ഇപ്പൊ സമയം രാത്രി 11 മണി. കിടന്നിട്ട് ഉറക്കേ വരുന്നില്ല ട്ടോ. എനിക്ക് മാത്രല്ല ദേ ഇവനും ഇവക്കും. തനിക്കുട്ടിയാണെങ്കിലോ നല്ല ഉറക്കാണ് ട്ടോ. എന്നാ പിന്നെ അടുക്കളയിൽ പോയിട്ട് നാളത്തേക്കുള്ള മത്തിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാനിത് നമ്മുടെ ചെറുള്ളി നന്നായിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ചിങ്കുന്റെ ഫോണിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ ജസ്റ്റ് താളം പിടിക്കട്ടോ. അല്ലാണ്ട് ഞാൻ ഷോ ഇറക്കണമെന്നല്ല ട്ടോ ഇത്. പിന്നെ ഞാനിതേ വെളുത്തുള്ളി നന്നാക്കാം ട്ടോ. എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മീൻകറി വെക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ട്ടോ ഒന്ന്. പൂച്ചക്കുട്ടി നല്ല കടിയാട്ടോ. അപ്പൊ ചിങ്കു വെറുതെ അവളെ ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആളെ മോൻ കണ്ടാലാണെങ്കിലോ ഒരു സാധു പാവം ഒന്നും അറിയാത്ത കുട്ടി. പക്ഷെ കയ്യിലിരിപ്പുണ്ടല്ലോ അവള് കാണുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര സാധനം. ഞാൻ മീൻകറി വെക്കുമ്പോൾ തക്കാളിയും ചെറുള്ളിയും മിക്സിയിലിട്ടിട്ട് അതിൽ പൊടികൾ ഇട്ടിട്ട് അങ്ങനെ മിക്സിയിൽ അടിച്ച് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കല്. ശരിക്കും പറഞ്ഞാൽ ഒരു മീൻകറി ഉണ്ടാക്കണ അത്ര സംഭവം എന്നല്ല, പക്ഷെ എന്നാലും എന്റെ വീട്ടില് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കല്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ റെസിപ്പി ട്രൈ ചെയ്യാം, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നല്ല പോലെ ഇങ്ങനെ വാട്ടി കൊടുക്കാട്ടോ. അതിന് ശേഷം നമ്മുടെ മസാല ഇടുക. അത് നല്ലോണം ഇങ്ങനെ അതിന്റെ പച്ചമണം പോണത് ഇങ്ങനെ മുപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വെള്ളം ഒഴിക്കുക, മീൻ ഇടുക. ഇത്രേ ഉള്ളൂ മീൻകറി. സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതേ ഞാൻ പിന്നെ കുറച്ച് നേരം ചിങ്ങുവിൻ്റെ അടുത്ത് പോയിരുന്നു. ചിങ്ങു ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കട്ടോ. ഓൻ പിന്നെ വെറുതെ എൻ്റെ കാലിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വെറുതെ കിക്കിളായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അതേ പോയിട്ട് ബ്രഷ് ചെയ്തു. അങ്ങനെ പല്ലുതേപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ സ്വത്തിനെ എടുത്ത് ഞാൻ ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ അതെ അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹാ ഹാ, കാണാൻ എന്താ രസം, കഴിക്കാൻ അതിലേറെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.